ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യത്തെക്കുറിച്ച് ഈ ക്ഷേത്രത്തിലെ പൂജാരി നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ നമ്മളോടൊപ്പം പങ്കുവയ്ക്കും. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കിഴക്കിൽ നിന്നും ഒരു മുനി ദേശാടനം നടത്തി വരികയും അദ്ദേഹം ഒരു ദേവിയെ ആവാഹിച്ച് അദ്ദേഹം ദേശാടനം നടത്തി പോകുന്ന ഓരോ സ്ഥലങ്ങളിലും പ്രതിഷ്ഠിച്ച് പൂജ നടത്തി വരികയും ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ കരിപ്പാറ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും അദ്ദേഹം ഇവിടെ ഒരു പാലയുണ്ടായിരുന്നു, അതിന് സമീപത്ത് തന്നെ പുഴയുണ്ടായിരുന്നു, അതിനപ്പുറം ഒരു പാറയുണ്ടായിരുന്നു, ഇവിടെ മൊത്തം ഒരു വനമായിരുന്നു. ഈ സ്ഥലം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് അദ്ദേഹം ഇവിടെ ആ ദേവിയെ പ്രതിഷ്ഠിച്ച് പൂജ നടത്തി വന്നിരുന്നു. എന്നിട്ട് അദ്ദേഹം ഈ അടുത്ത ദേശാടനത്തിന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായി ഈ ദേവിയെ തിരിച്ചു വിളിച്ചപ്പോഴേക്കും ദേവിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടുകയും തിരിച്ചു വരുന്നില്ലെന്നും പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ഈ ദേവിയെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും ഈ ദേവിയെ മറ്റാരും ഇവിടെ നിന്ന് ആവാഹിച്ച് പുറത്ത് കൊണ്ടുപോകാതിരിക്കാൻ 4 ചുറ്റും ലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു വന്നിരുന്നു. ഇതിൽ ഒരു ലിംഗം നമുക്ക് ഇപ്പോഴും ഈ ക്ഷേത്രത്തിന് സമീപം തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ദേവിയെ പ്രതിഷ്ഠിച്ച ഈ സ്ഥലത്തിന് ചുറ്റും മൊത്തം ഒരു വനമായിരുന്നതിനാൽ അധികം ആൾക്കാരും ഇവിടെ വന്നിരുന്നില്ല. അങ്ങനെ ഇതിനടുത്തായിട്ട് ജോലിക്ക് വന്ന ചില ആളുകൾ ചിലങ്കയുടെ ശബ്ദം കേൾക്കുകയും ഇവിടത്തെ പാറയുടെ നിറം മാറി മാറി വരുന്നത് മനസ്സിലാക്കുകയും ചെയ്ത് ഇവർ ഈ വിവരം ഇതിനടുത്തുള്ള ശിവക്ഷേത്രത്തിലെ പൂജാരിയോട് ചെന്ന് അറിയിക്കുകയും അവർ പ്രശ്നം വെച്ച് നോക്കുകയും അവർ ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഇവിടെ ചെറിയ രീതിയിൽ ഓല കൊണ്ട് ക്ഷേത്രം നിർമ്മിക്കുകയും പൂജ ചെയ്തു വരികയും ചെയ്തിരുന്നു. വർഷങ്ങൾക്കിപ്പുറം 15 വർഷങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ യുവാക്കൾ ചേർന്ന് ഈ ക്ഷേത്രത്തെ പുനരുദ്ധാരണം ചെയ്യുകയും കുംഭാഭിഷേകം ചെയ്യുകയും നല്ല രീതിയിൽ ഉത്സവം നടത്തി വരികയും ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിലെ ദേവിയുടെ ശ്രീകോവിലിന് അടുത്തായിട്ട് ഒരു ഗണപതി പ്രതിഷ്ഠയും ഉണ്ട്. ഈ ക്ഷേത്രത്തിന് സമീപം തന്നെ ഈ ദേവിക്ക് കാവലായിട്ട് ഒരു ബ്രാഹ്മണ യക്ഷി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കൂടാതെ ഈ ക്ഷേത്രത്തിന് അടുത്തായി വളരെ പഴക്കം ചെന്ന ഒരു ശിവക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് കുടുംബത്തിൽ ഐശ്വര്യവും മാറാ രോഗങ്ങൾക്ക് രോഗമുക്തി നൽകുകയും ചെയ്ത് ഈ ദേവി ബാലദേവതയായി കുടികൊള്ളുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് തുലാപായസം എന്നറിയപ്പെടുന്നു. അതായത് 14 കിലോ അരിയും 24 കിലോ ശർക്കരയും 30 തേങ്ങയും 1 കിലോ നെയ്യും അണ്ടിപ്പരിപ്പ് കിസ്മിസ് കൂടാതെ ഒരു വരിക്കച്ചക്കയും ഇതിനോടൊപ്പം ചേർത്താണ് തുലാപായസം തയ്യാറാക്കുന്നത്. കൂടാതെ എല്ലാ വർഷവും ചിത്രാ പൗർണമിയിൽ 10 ദിവസത്തെ ഉത്സവം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിൽ ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിൽ വളരെ കാലം വിവാഹം നടക്കാത്തവർക്കായി വിവാഹം നടക്കുന്നതിലേക്ക് വിശേഷ പൂജ ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ചിത്രാ പൗർണമിക്ക് 10 ദിവസത്തെ ഉത്സവം ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഉത്സവ ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ ലക്ഷാർച്ചന ഉണ്ടായിരിക്കുന്നതാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ ലക്ഷാർച്ചന ഒരു ദിവസത്തിൽ പൂർത്തിയാക്കാറാണ് പതിവ്. എന്നാൽ ഈ ക്ഷേത്രത്തിൽ 10 ദിവസവും ലക്ഷാർച്ചന പൂജ ഉണ്ടായിരിക്കുന്നതാണ്. ഈ വീഡിയോയിൽ നിന്നും കരിപ്പാറ ദേവിയെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കരിപ്പാറ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്നും ഇവിടെ പറയുന്നു. മറ്റൊരു വീഡിയോ കാണുന്നത് വരയ്ക്കും. നന്ദി, നമസ്കാരം.